ദരിദ്രനായിരുന്നു അദ്ദേഹം. എന്നാൽ കാർട്ടൂൺ വരയ്ക്കാൻ മിടുക്കനായിരുന്നു. എന്നിരുന്നാലും വേണ്ടത്ര പരിഗണനയും അംഗീകാരവും ഒരിടത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. പലരും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ കണ്ട് കളിയാക്കി, പരിഹസിച്ചു. എങ്ങനെ ജീവിക്കും എന്നോർത്ത് അയാൾ നിരാശനായിരിക്കെ ഒരു വൈദികൻ പള്ളിക്ക് വേണ്ടി ഒരു ചിത്രം വരയ്ക്കാനായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പള്ളിയുടെ അടുത്തുള്ള ഒരു പഴയ ഷെഡിലിരുന്നാണ് അദ്ദേഹം തൻ്റെ ചിത്രരചന ആരംഭിച്ചത്. അതിനിടയിൽ ഒരു എലി വന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. എലിയെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്ദേഹം തൻ്റെ കാർട്ടൂൺ വരയ്ക്കാൻ ആരംഭിച്ചു. എലിക്ക് അദ്ദേഹം പേരിട്ടു മിക്കി മൗസ്. ലോകപ്രശസ്തി നേടിയ മിക്കി മൗസിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. ഇത് വരച്ച കാർട്ടൂണിസ്റ്റാണ് വാൾട്ട് ഡിസ്നി. സുഹൃത്തെ, ഇനിയും സമയമുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു നാൾ നിന്റെ പരിശ്രമങ്ങൾക്കും ഒരു പുതിയ പേര് കൈവരും. തീർന്നു പോയ വഴികളിലായിരിക്കും ദൈവം ഒരു പുതിയ വഴി കണ്ടെത്തുക.